പാലക്കാട് നെന്മാറ സജിത കൊലക്കേസ് പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതിയുടെ കണ്ടെത്തൽ. പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. ശിക്ഷാവിധി മറ്റന്നാൾ പറയും. കൊടും കുറ്റവാളിയാണ് ചെന്താമര. 3 കൊലക്കേസിൽ പ്രതിയും. എന്താ പറയണത്? എന്താ പറയണത്? ചെന്താമര യാതൊരു കൂസലില്ലാതെയും ചെന്താമര നിൽക്കുകയും അതിനുശേഷം വിയ്യൂർ ജയിലിലേക്ക് പോവുകയും ഒക്കെ ചെയ്തു. ഈ ചെന്താമരയുടെ ഒരു സ്വഭാവം തന്നെ ഇങ്ങനെയാണ്. ഈ വിചാരണ ഘട്ടത്തിലൊന്നും തന്നെ അയാൾക്ക് യാതൊരു തരത്തിലുള്ള കുറ്റബോധവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്, അല്ലെങ്കിൽ ചെന്താമരയുമായി അടുത്തറിയുന്നവരൊക്കെ പറയുന്നത്. ഇതിൽ ഏറ്റവും നമ്മൾ കാണേണ്ടത് ഒരു സാക്ഷിക്ക് അത് ഈ സംഭവത്തിന് ശേഷം ആ നാട്ടിൽ നിന്ന് ഭയന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു. പുഷ്പ കുറച്ച് ദിവസമായി മാറി തമിഴ്നാട്ടിലാണ് താമസം. അതിൽ പുഷ്പ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ചെന്താമരയെ ഭയമാണ്. ഏതെങ്കിലും രീതിയിൽ അയാൾ കുറ്റവിമുക്തനായി വന്നാൽ തന്നെയും കൊലപ്പെടുത്തുമെന്ന ഭയമുണ്ട്. കാരണം ഒരു കൊലപാതകത്തിന് ശേഷം ജാമ്യത്തിലിറങ്ങിയാണ് 2 കൊലകൾ ചെന്താമര നടത്തിയത്. അപ്പോൾ അതിലും വലുതൊന്നുമല്ലോ, എന്നെയും അയാൾ കൊല്ലപ്പെടുത്തും എന്നൊക്കെ തന്നെ പുഷ്പയ്ക്ക് ഭയമുണ്ടായിരുന്നു. അങ്ങനെ അവർ മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏതായാലും ആ കേസിൽ ഇപ്പോൾ ചെന്താമര സജിത വധക്കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇനി വിധി എന്താണെന്ന് 16-ന് അറിയാൻ കഴിയും. ചെന്താമരയുടെ മാനസികാവസ്ഥ തന്നെ ഇത്തരത്തിലായിരുന്നു. കോടതിയിലേക്ക് വരുമ്പോഴൊക്കെ തന്നെ അയാൾ ഏതെങ്കിലും തരത്തിലൊരു കുറ്റബോധം ഉണ്ടായിരുന്നതായി പറഞ്ഞിരുന്നില്ല. സാക്ഷികളെ അയാൾ പരസ്യമായി തന്നെ ഭീഷണിപ്പെടുത്താനും ഒന്നും തന്നെ അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. യാതൊരു തരത്തിലുള്ള കൂസലും ഉണ്ടായിരുന്നില്ല. കോടതിയിലേക്ക് കയറി പോകുമ്പോഴും യാതൊരു തരത്തിലുള്ള ഭാവഭേദങ്ങളും ഇല്ലാതെ അയാൾ കയറിപ്പോയി, വിധി കേട്ടു. ഒരു ഭാവഭേദവും ഇല്ലാതെ തിരിച്ചിറങ്ങി വരികയും ചെയ്തു. ഇത്തരം ചെയ്തതിൽ നിന്നൊന്നും തന്നെ അദ്ദേഹം യാതൊരു തരത്തിലുള്ള പാഠവും ഉൾക്കൊണ്ടിട്ടില്ല, അല്ലെങ്കിൽ തനിക്കെതിരെ വിധി വന്നിട്ടും അതിൽ ഏതെങ്കിലും തരത്തിലൊരു പശ്ചാത്താപം ഉള്ളത് അയാൾക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അതേസമയം ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷ ലഭിക്കണമെന്നാണ് സജിതയുടെ മക്കൾ പറയുന്നത്. 16-ാം തീയതിയാണ് ശിക്ഷാവിധി വരിക. തങ്ങൾക്ക് സമാധാനമായി നടക്കണമെങ്കിൽ പരമാവധി ശിക്ഷ ചെന്താമരയ്ക്ക് കിട്ടണമെന്നും അവർ ആവശ്യപ്പെടുന്നു. വിശ്വാസമുണ്ട്, കോടതി ഇപ്പോൾ ആകെ വിശ്വാസം. നല്ല ശിക്ഷ കൊടുക്കട്ടെ, കോടതി എന്താ തീരുമാനിക്കുന്നത്. അയാൾക്ക് നല്ല ശിക്ഷ തന്നെ കൊടുക്കട്ടെ. അയാൾ നല്ല കുറ്റക്കാരനാണ്. ആശ്വാസമുണ്ട്. ഈ കേസിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സാക്ഷികളും ഈ കേസിൽ കൂറുമാറിയില്ല എന്നുള്ളതാണ്. പ്രോസിക്യൂഷൻ അവതരിപ്പിച്ച 66 സാക്ഷികളും പ്രോസിക്യൂഷൻ അനുകൂലമായി പറഞ്ഞു. ആരും കൂറുമാറിയില്ല എന്നുള്ളതും ഈ കേസിൽ നിർണായകമായി. സാക്ഷികളെല്ലാം വളരെ പേടിച്ചിട്ട് വരുന്ന സാക്ഷികളാണ്. അവർക്ക് ആദ്യം നമ്മൾ ഒരു ധൈര്യം കൊടുക്കലായിരുന്നു നമ്മളെ മെയിൻ പണിയായിട്ടുണ്ടായിരുന്നത്. അത് അവർ കണ്ട കാര്യങ്ങൾ അവർ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു എന്നാണ് പറയാനുള്ളത്. ഗൂഗിൾ VS മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.